ഉണ്ണികളൂശാനകളാൽ വാഴ്ത്തി സൈത്തിൻ കൊമ്പുകളാൽ പൈതങ്ങളുമാർത്തു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. Sbarzo machioni so mellugo sabrono dam sabrgai burcone olmo sabino hokel dam damron sed moran manohan fordilan ishmashiho Mel sodano ho dos pasar mem sulto kadisto Maria Holenden hokano hava ഇത് പറഞ്ഞു കഴിഞ്ഞ് യേശു തമ്പുരാൻ യെരൂശലേമിലേക്ക് പോകുവാൻ മുൻപോട്ട് നടന്നു. അവൻ ഒലിവ് മലയുടെ അടുത്തുള്ള ബേത്ഫായ്ക്കും ബെഥാനിക്കും സമീപം എത്തിയപ്പോൾ അവൻ തന്റെ ശിഷ്യന്മാര് രണ്ടുപേരെ ഇപ്രകാരം നിർദ്ദേശിച്ച് പറഞ്ഞയച്ചു. നമുക്ക് നേരെയുള്ള ഗ്രാമത്തിലേക്ക് നിങ്ങൾ പോകുക. നിങ്ങൾ അതിൽ പ്രവേശിക്കുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചു കൊണ്ടുവരുവിൻ. എന്തിന് നിങ്ങൾ അതിനെ അഴിക്കുന്നുവെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങളുടെ കർത്താവിന് അതിനെ ആവശ്യമുണ്ടെന്ന് പറയുവിൻ. അയക്കപ്പെട്ടവർ പോയി യേശു തമ്പുരാൻ പറഞ്ഞ പ്രകാരം കണ്ടു. അവർ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിന്റെ ഉടമസ്ഥ നിങ്ങൾ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു. കർത്താവിന് ഇതിനെ ആവശ്യമുണ്ട് എന്ന് അവർ പറഞ്ഞു. അവർ അതിനെ യേശു തമ്പുരാന്റെ അടുക്കൽ കൊണ്ടുവന്നു. കഴുതക്കുട്ടിയുടെ പുറത്ത് അവർ തങ്ങളുടെ മേലങ്കിങ്ങൾ വിരിച്ച് യേശു തമ്പുരാനെ അതിന്റെ പുറത്ത് കയറ്റിയിരുത്തി. അവർ പോകുമ്പോൾ പലരും തങ്ങളുടെ മേലങ്കിങ്ങൾ വഴിയിൽ വിരിച്ചു. അവർ ഒലിവ് മലയുടെ ഇറക്കത്തോടടുത്തപ്പോൾ ശിഷ്യഗണം മുഴുവനും തങ്ങൾ കണ്ടിട്ടുള്ള സകല അത്ഭുത പ്രവൃത്തികളെ കുറിച്ച് സന്തോഷിച്ച് ഉച്ചസ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു തുടങ്ങി. ഊശാന, കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. സ്വർഗത്തിൽ സമാധാനം, ഉന്നതങ്ങളിൽ മഹത്വം. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. സ്വർഗത്തിൽ സമാധാനം, ഉന്നതങ്ങളിൽ മഹത്വം. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. സ്വർഗത്തിൽ സമാധാനം, മഹത്വം. ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ചില പരീശന്മാരെ യേശു തമ്പുരാനോട്, ഗുരു നിന്റെ ശിഷ്യന്മാരെ വിലക്കുക എന്ന് പറഞ്ഞു. അവൻ അവരോട് അരുളി ചെയ്ത്, ഇവർ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു തമ്പുരാൻ യെരൂശലേമിനെ സമീപിച്ചപ്പോൾ നഗരം കണ്ടതിനെ കുറിച്ച് അത്യധികം വിലപിച്ച് പറഞ്ഞു, ഈ നാളിലെങ്കിലും നിന്റെ സമാധാനത്തിനുള്ളത് നീ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് നിന്റെ കണ്ണുകൾക്ക്